ഗ്ലോറി ടു ഗോഡ്. ലിവിംഗ് ക്രൈസ്റ്റിലേക്ക് നിങ്ങളേവരെ ഞാൻ ചേർന്ന് സഹായം ചെയ്തു. ഒരിക്കൽ കൂടി തിരുവചനവുമായി നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുവാൻ വലിയവനായ ദൈവനെ സഹായിച്ച എല്ലാ വഴികൾക്കുമായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. പ്രിയരെ, പ്രാരംഭമായി ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്യുന്നത് സൗദി അറേബ്യയിൽ നിന്നും തോമസ് ജോൺ പുറ ആണ്. പ്രാരംഭത്തിൽ തന്നെ താൻ ദൈവത്തിന് നന്ദി പറയുന്നു. താൻ ഒരു മാസത്തിന് മുമ്പായി സൗദി അറേബ്യയിൽ പ്രാർത്ഥനയോടെ ഇറങ്ങി. കർത്താവ് അത്ഭുതകരമായി തനിക്കൊരു ജോലിയെ നൽകി. ജോലി തന്നതിനായിട്ട് ദൈവത്തിന് പ്രാരംഭമായി നന്ദി പറയുകയാണ്. അതേ നിലയിൽ തന്നെ ഇനിയുള്ള പ്രാർത്ഥനാ വിഷയം എന്ന് പറയുന്നത് ആ ജോലി സ്ഥലത്ത് താൻ പെർമനൻ്റ് ആകേണ്ടതിനായിട്ടും തൻ്റെ സാലറിയും ഓവർ ടൈം വർദ്ധിക്കേണ്ടതിനായിട്ടും പ്രത്യേകമായി പ്രാർത്ഥന വിഷയം ചോദിക്കുന്നു. അതേ നിലയിൽ തന്നെ അലിയ തൻ്റെ കടബാധ്യത മാറേണ്ടതിനായിട്ട് ദൈവം അത്ഭുതകരമായി താൻ ഇന്നുവരെയും ആയിരിക്കുന്ന എല്ലാ കടബാധ്യതയും വിടുവിച്ച് തന്നെ ദൈവം മുമ്പോട്ട് കൊണ്ടുപോകുന്നതിനായിട്ടും അതേപോലെ തന്നെ തൻ്റെ അടുത്ത പ്രാർത്ഥനാ വിഷയം തൻ്റെ ഇളയ കുഞ്ഞ് നടക്കേണ്ടതിനായിട്ടും അലിയ കുഞ്ഞിന് പൂർണ്ണമായ ഒരു വിടുതലും ഉയർച്ചയും കൊടുക്കേണ്ടതിനായിട്ട് 2.5 വയസ്സായിട്ടും നടക്കാൻ ഇച്ചിരി പ്രയാസമുണ്ട്. കർത്താവ് അത്ഭുതകരമായി ആ കുഞ്ഞിനെ സൗഖ്യത്തോടെ ബലത്തോടെ മുമ്പോട്ട് കൊണ്ടുപോകുന്നതിനായിട്ടും അതേപോലെ തന്നെ കുടുംബമായി വലിയ സമാധാനത്തിൽ സന്തോഷത്തോടെ മുമ്പോട്ട് പോകുന്നതിനായിട്ടും പ്രത്യേകമായി പ്രാർത്ഥന വിഷയം ചോദിക്കുകയാണ്. നമുക്ക് ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഈ മകന് വേണ്ടി പ്രാർത്ഥിക്കാം. എത്ര പേർ എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് ഈ മകന് വേണ്ടി പ്രാർത്ഥിക്കും? നമ്മൾ ഒരുമിച്ച് വിശ്വസിക്കുമ്പോൾ ഈ മകൻ മുഖാന്തരമാണ് ഇന്ന് എപ്പിസോഡ് കടന്നു പോകുന്നത്. ഞാൻ വിശ്വസിക്കുന്നത് ഈ വചന സന്ദേശം ശ്രദ്ധിക്കുകയും വചന സന്ദേശത്തോട് കൂടെ നിന്ന് അനേകരിത് കാണുകയും ചെയ്യുമ്പോൾ എൻ്റെ യേശു കടക്കാരനല്ലാത്തത് കൊണ്ട് സുവിശേഷത്തിന് വേണ്ടി ആരെങ്കിലും നിന്നാൽ അവന് വേണ്ടി ദൈവത്തിൻ്റെ കരം ക്രൂശിലെ നന്മകൾ ഇറങ്ങി വരും എന്നുള്ളത് വലിയ ഉറപ്പാകയാൽ നിങ്ങളും ഈ മകന് വേണ്ടി ഇപ്പോൾ പ്രാർത്ഥിക്കണം. മുഖപക്ഷമില്ലാത്ത ദൈവം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ പോവുകയാണ്. നമുക്ക് ഒരുമിച്ചൊന്ന് കണ്ണുകൾ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, ഈ പ്രാരംഭത്തിൽ തന്നെ കർത്താവ് നാളുകളുടെ പ്രാർത്ഥനയ്ക്ക് ശേഷം ആ മകനൊരു വഴി അങ്ങ് തുറന്നതിനായി സ്തോത്രം. അത്ഭുത വിടുതലങ്ങ് അയച്ചതിനായി നന്ദി. ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. കർത്താവെ, ഈ മകൻ ആ ജോലി സ്ഥലത്തിൽ ഉയർച്ച കൊടുക്കണമേ അപ്പ. ദൈവത്തിൻ്റെ പ്രവൃത്തിയെ വെളിപ്പെടുത്തണമേ അപ്പ. ജോലി തന്ന ദൈവത്തിനായി മമ്മി. കർത്താവെ, ആ രാജ്യത്തെ എത്തിച്ചതിനായി മമ്മി. അങ്ങനെ ഉണ്ടെങ്കിൽ കർത്താവെ, ഈ ദിവസങ്ങളിൽ ആ ജോലിയിൽ കൺഫർമേഷൻ വെളിപ്പെടുകയും കർത്താവെ അതേ നിലയിൽ തന്നെ ഉയർച്ച വെളിപ്പെടുത്തുകയും ചെയ്യണമേ അപ്പ. കർത്താവെ, സാമ്പത്തികവും വഴികൾ തുറക്കണമേ അപ്പ. തൻ്റെ കടഭാരത്തെ നീക്കണമേ അപ്പ. കർത്താവ് തനിക്ക് സ്വസ്ഥത കൊടുക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ പ്രവൃത്തിയെ വെളിപ്പെടുത്തേണ്ടതിനായി പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, അത്ഭുതം ചെയ്തതിനായി ഞങ്ങൾ വിശ്വസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അതേ നിലയിൽ തന്നെ നിന്നുകൊണ്ട് കർത്താവെ, ഹല്ലേലൂയ, തൻ്റെ ഇളയ കുഞ്ഞിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പൂർണ്ണമായ ഒരു വിടുതൽ, പൂർണ്ണമായ ഒരു സൗഖ്യം ഈ ദിവസങ്ങളിൽ 2.5 വയസ്സായ കുഞ്ഞ് പൂർണ്ണമായി നടക്കുകയും കർത്താവ് എല്ലാ നിലയിലും ആക്റ്റീവായി തിരികെയും ചെയ്യേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഒരിക്കൽ കൂടെ ഇവരെ കുടുംബമായി ഞാൻ ഏൽപ്പിക്കുന്നു. വലിയ സമാധാനം, വലിയ സന്തോഷം കർത്താവെ ഈ എപ്പിസോഡ് കഴിയുമ്പോൾ ഈ കുടുംബത്തിനകത്ത് അങ്ങ് വെളിപ്പെടുത്തണമേ അപ്പ. ഇതൊരു വലിയ സാക്ഷ്യമാക്കി അങ്ങ് തീർക്കണമേ. യേശുവിൻ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. കേൾക്കണം പിതാവേ. ആമേൻ, ആമേൻ. പ്രിയരെ, അനുഗ്രഹിക്കപ്പെട്ട ഒരു എപ്പിസോഡിലോട്ട് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. കടന്നു വന്നാട്ടെ. പ്രിയരെ, മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ തിരുവചനമായി ഒരിക്കൽ കൂടെ നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുവാൻ വലിയവനായ ദൈവം എന്നെ സഹായിച്ച എല്ലാ വഴികൾക്കുമായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. എൻ്റെ കഴിവോ എൻ്റെ മിടുക്കോ അല്ല പ്രിയരെ, കർത്താവിൻ്റെ കരമാണ് ഓരോ പ്രാവശ്യവും നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുവാൻ എന്നെ സഹായിക്കുന്നത്. ആ നിലയിൽ നിന്നുകൊണ്ട് ഈ വചന സന്ദേശം നിങ്ങളുമായി പങ്കുവയ്ക്കുമ്പോൾ വചനം എന്നോട് നിങ്ങളോട് സംസാരിക്കുന്ന ആഴം തിരിച്ചറിയണം. ഈ വചനത്തിനകത്ത് നിങ്ങൾ നിലനിന്നാൽ നിങ്ങൾ അത്ഭുതങ്ങളെ കാണും. കാരണം വചനത്തിന് ദൈവത്തോളം ശക്തിയുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 1-ാമത്തെ വാക്യം പറയുന്നു, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. എന്നെ കേൾക്കുന്നവരെ, വചനം ദൈവമായിരുന്നു എങ്കിൽ വചനത്തിന് ദൈവത്തോളം ശക്തിയുണ്ട്. അതിൻ്റെ 4-ാമത്തെ വാക്യം പറയുന്നു, അവനിൽ ജീവൻ ഉണ്ടായിരുന്നു, ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. ഈ വചനത്തിന് ജീവനുണ്ട്. ഇതാ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ യേശു തൻ്റെ ശിഷ്യന്മാരോട് സംസാരിക്കുന്നു, ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനം ആത്മാവും ജീവനുമുള്ളതാണ്. എന്നെ കേൾക്കുന്നവരെ, ഈ വചനത്തിന് നിങ്ങളെ ജീവിപ്പിക്കാൻ കഴിയും. എബ്രായ ലേഖനം 4-ാം അധ്യായം പറയുന്നു, വചനം ജീവനും ചൈതന്യമുള്ളതും ഏത് ഇരുതല വാളിനേക്കാൾ മൂർച്ചേറിയതുമാണ്. എന്നെ കേൾക്കുന്നവരെ, ഈ വചനത്തിന് നിന്നെ മുമ്പോട്ട് നടത്താൻ കഴിയും. ഈ വചനത്തിന് ജീവനുണ്ട്. ഇന്ന് ഏതൊക്കെയോ മേഖലകളിൽ വൈദ്യശാസ്ത്രവും സാഹചര്യവും പറയുന്നു നിങ്ങൾ അവസാനിക്കാൻ പോകുന്നു, നിങ്ങൾ തീരാൻ പോകുന്നു എന്ന് പറയുമ്പോൾ ഈ വചനത്തിന് നിന്നെ ജീവിപ്പിക്കാൻ കഴിയും. ഈ വചനത്തിന് നിന്നെ കരകയറ്റാൻ പറ്റും. ഈ വചനത്തിന് നിന്നെ മുൻപോട്ട് കൊണ്ടുപോകാൻ കഴിയും. 107-ാം സങ്കീർത്തനം അതിൻ്റെ 20-ാമത്തെ വാക്യം പറയുന്നു, ഞാൻ എൻ്റെ വചനം അയച്ചവരെ സൗഖ്യമാക്കുകയും അവരെ കുഴിയിൽ നിന്ന് കരകയറ്റുകയും ചെയ്യും. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് ഇപ്പോൾ ആത്മാവിൽ സ്വീകരിച്ചോ. ഈ വചനം എന്നെ കരകയറ്റുന്നതാണ്, ഈ വചനം എന്നെ സൗഖ്യമാക്കുന്നതാണ്. അതേ നിലയിൽ തന്നെ നിന്നുകൊണ്ട് എബ്രായ ലേഖനം പറഞ്ഞ പദം ഞാൻ ആത്മാവിൽ നിങ്ങളെ ഓർപ്പിച്ച് പറയുന്നു, വചനം ജീവനും ചൈതന്യമുള്ളതും ഏത് ഇരുതല വാളിനേക്കാൾ മൂർച്ചേറി എന്ന് പറഞ്ഞാൽ ഈ വചനത്തിന് നിന്റെ തടസ്സത്തെ മുറിക്കാൻ കഴിയും. തിമോത്തിയോസിന്റെ ലേഖനത്തിൽ വ്യക്തമായി പരിശുദ്ധാത്മാവ് നമ്മോട് പറയുന്നു, വചനത്തിന് ബന്ധനമില്ല. വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ഈ വചനം വാളാണെങ്കിൽ
ഇല്ലെങ്കിൽ, ഈ വചനത്തിന് ബന്ധനമില്ലെങ്കിൽ, ഈ വചനം ബന്ധനങ്ങളെ അറുക്കുന്നതാണ്. അസാധാരണമായ ഒരു ചലനം നമ്മുടെ നടുവിൽ നടക്കാൻ പോവുകയാണ്. ആത്മാവിൽ സ്വീകരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒരുമിച്ച് സ്വീകരിച്ചോ. വചനത്തിൻ്റെ ശക്തി നിങ്ങളുടെ മേളിൽ വെളിപ്പെട്ട് വരികയാണ്. വചനത്തിൻ്റെ ആഴം നിങ്ങളുടെ മേളിൽ വെളിപ്പെട്ട് വരികയാണ്. ഇപ്പോൾ തന്നെ വചനം നിങ്ങളെ തൊടുമാറി ഈ വചനത്തിൻ്റെ ശക്തി നിങ്ങളുടെ മേളിൽ എഴുന്നേറ്റ് വരുന്നു. ദൈവത്തിൻ്റെ പ്രവൃത്തി നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെട്ട് വരികയാണ്. അങ്ങനെ ഒന്ന് പ്രാർത്ഥിക്കുകയും അങ്ങനെ ഒന്ന് സ്വീകരിക്കുകയൊക്കെ ചെയ്യുന്നതിനോട് ഞാൻ വിളിച്ചു പറയുന്നു, വചന ശബ്ദം നിങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിൽ അറിയാം. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യം പറയുന്നു, ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചം ഈ ലോകത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ വചനം കേൾക്കുമ്പോൾ തന്നെ ആരോടൊക്കെ ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, നിങ്ങൾ അവസാനിക്കാൻ പോകുകയല്ല. നിങ്ങളുടെ ജീവിതത്തിനകത്ത് അസാധാരണമായ ഒരു ചലനം നടക്കാൻ പോവുകയാണ്. എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഇപ്പോൾ സ്വീകരിക്കുക. ഹല്ലേലൂയ. ഈ വചനത്തിന് നിന്നെ അത്ഭുതകരമായി മുമ്പോട്ട് നടത്താൻ കഴിയും. ഹല്ലേലൂയ. അങ്ങനെ വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ആ വചനത്തിനകത്ത് നിന്നുകൊണ്ട് അറിയാം. 119-ാം സങ്കീർത്തനം 105-ാമത്തെ വാക്യം, നിന്റെ വചനം എൻ്റെ കാലിന് ദീപവും എൻ്റെ പാതയ്ക്ക് പ്രകാശവുമാണ്. ഹല്ലേലൂയ. തടയപ്പെട്ട് കിടക്കുന്ന, ഇരുട്ടിൽ കിടക്കുന്ന ആരൊക്കെയോ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇതാ എഴുന്നേറ്റ് വരികയാണ്. നിങ്ങൾക്ക് മുമ്പിൽ ചിലത് വ്യക്തമായി വെളിപ്പെട്ട് വരാൻ പോകുന്നു. ആഴമായി വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഇപ്പോൾ എൻ്റെ കൂടെ ചേർന്ന് പറയണം, ഇന്നലകളിൽ വെളിപ്പെടാത്തത് ഈ വചന ശബ്ദത്തിനകത്ത് ഇതാ നിന്റെ ജീവിതത്തിനകത്ത് വെളിപ്പെട്ട് വരാൻ പോകുകയാണ്. അങ്ങനെ ഒന്ന് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ അവരെ നോക്കി ഞാൻ വിളിച്ചു പറയാണ്, ഇതാ ആ ശബ്ദം. ജീവിതത്തിനകത്ത് നിരാശപ്പെട്ട, ജീവിതത്തിനകത്ത് ഇനി ഒരു മറുപടിയില്ലെന്ന് പറയുന്ന പത്രോസിൻ്റെ പടകനെ നിറച്ചതുപോലെ നിന്റെ പടകനെ നിറച്ചുകൊണ്ട്, നിന്റെ ശൂന്യതകളെ മാറ്റിക്കൊണ്ട് ഇതാ ദൈവശബ്ദം വെളിപ്പെട്ട് വരികയാണ്. ആത്മാവിൽ സ്വീകരിക്കുന്നവരുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ നോക്കി വിളിച്ചു പറയുന്നത് സ്വീകരിക്കണമെന്ന് ഉറപ്പിക്കുന്നു. ഈ വചനത്തിന് ചിലവരെ ഉയർത്താൻ കഴിയും. ഹല്ലേലൂയ. ഞാൻ ആത്മാവിൽ ഇങ്ങനൊരു പദം നിങ്ങളെ നോക്കി വിളിച്ചു പറയുകയാണ്, എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കും. ഹല്ലേലൂയ. ഈ വചനത്തിനകത്ത് നിൽക്കുമ്പോൾ ഞാൻ ആരെയൊക്കെ നോക്കി വിളിച്ചു പറയുന്നു, നരയ്ക്കുവോളം ചുമക്കാമെന്ന് പറഞ്ഞ ദൈവത്തിൻ്റെ വലിപ്പത്തിനായിട്ട്. ഹല്ലേലൂയ. ലോകം നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം, 30 വയസ്സിനും 40 വയസ്സിനും ഒക്കെ ഇടയിലുള്ളവർക്ക് ഭയങ്കര വിലയാണ്. അറിയാം, 50-ാമത്തെ വയസ്സ് വരെയും ജോലി സ്ഥലത്ത് വലിയ വിലയാണ്. പക്ഷേ അതിനുശേഷം അറിയാം, ആ ജോലി സ്ഥലത്ത് പ്രായം കൂടുന്നതനുസരിച്ച് അവരെ റിട്ടയർമെൻറ്റിലേക്ക്, അല്ലെങ്കിൽ ഇന്ന വയസ്സിനുള്ളിൽ ജോലിയിൽ നിന്ന് അവർക്ക് റിട്ടയർമെൻറ്റ് കൊടുക്കുകയാണ്. എന്നാൽ ഈ വചനത്തിൻ്റെ വ്യവസ്ഥ നിങ്ങൾ ശ്രദ്ധിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചോ, നരയ്ക്കുവോളം നിന്നെ ചുമക്കാമെന്ന് പറഞ്ഞത്. പ്രായം കൂടുന്തോറും നീ ദൈവത്തിന് വിലപ്പെട്ടയാളായി തീരുകയാണ്. ദൈവത്തിൻ്റെ വലിപ്പമാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. ഒന്ന് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഉള്ളം കരത്തിൽ വഹിക്കുന്ന ദൈവത്തിൻ്റെ കരം ഇതാ നിനക്ക് വേണ്ടി വെളിപ്പെട്ട് വരികയാണ്. അങ്ങനെ ആഴമായി പ്രാർത്ഥിക്കുന്ന, അങ്ങനെ ഒന്ന് വിശ്വസിക്കുന്ന ചിലരോട് ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, ഇപ്പോൾ വചനത്തിൻ്റെ ശക്തി നിങ്ങളുടെ ജീവിതത്തിനകത്തൊരു പുതിയ അനുഭവത്തെ കൊണ്ടുവരാൻ പോവുകയാണ്. അങ്ങനെ പ്രാർത്ഥിക്കുന്നവരുണ്ടെങ്കിൽ ഇപ്പോൾ മുതൽ എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് ചില സെക്കൻഡുകൾ ഒരു ഉണർവിനായിട്ട്, ഒരു എഴുന്നേൽപ്പിന് വേണ്ടി നമ്മളെ തന്നെ ഒന്ന് ഒരുക്കിക്കൊണ്ട്. ഹല്ലേലൂയ. ഞാൻ ആരെയും നോക്കി വിളിച്ചു പറയുന്നു, ദൈവസന്നിധിയിലുള്ള പ്രാർത്ഥന ഭയങ്കര വിലയാണ്. ഹല്ലേലൂയ. ആ നിലകളിൽ പ്രാർത്ഥിക്കുന്ന ചിലവരെ നോക്കി ഇപ്പോൾ എൻ്റെ കൂടെ നിൽക്കുന്നവരോട് ഞാൻ വിളിച്ചു പറയുന്നു, ദാനിയേൽ ദൈവസന്നിധിയിൽ മുട്ടുകുത്തി 3 നേരം പ്രാർത്ഥിക്കുന്നവരായിരുന്നു. അങ്ങനെ മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നത്, ദൈവത്തിൻ്റെ മുമ്പിൽ മുട്ടുമടക്കുന്നവൻ മനുഷ്യൻ്റെ മുമ്പിൽ മുട്ടുമടക്കത്തില്ല. ഒന്നുകൂടെ ദാനിയേലിൻ്റെ അനുഭവത്തിൽ പറഞ്ഞാൽ, ദാനിയേൽ ദൈവത്തിൻ്റെ മുമ്പിൽ മുട്ടുമടക്കിയതുകൊണ്ട് സിംഹങ്ങൾ ദാനിയേലിൻ്റെ മുമ്പിൽ മുട്ടുമടക്കി. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ എതിരുകൾ, ഞാൻ ആത്മാവിൽ പറയുന്നതിനെ സ്വീകരിച്ചോ, നിങ്ങളുടെ എതിരുകൾ ഈ മണിക്കൂറുകൾ മുട്ടുമടക്കാൻ പോവുകയാണ്. നിങ്ങൾക്ക് വേണ്ടി അസാധാരണ വഴി തുറക്കാൻ പോവുകയാണ്. എൻ്റെ കൂടെ നിന്ന് വിശ്വസിച്ചുകൊണ്ട്, കർത്താവെ ഞങ്ങൾ ഒരുമിച്ച് വിശ്വസിക്കുന്നു, ഇപ്പോൾ പ്രാർത്ഥനയുടെ വലിപ്പം ഞങ്ങളുടെ മേളിൽ വെളിപ്പെടുത്തണമേ അപ്പ. ഞങ്ങളുടെ ജീവിതത്തിൽ അസാധാരണമായ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടുത്തണമേ. അങ്ങനെ ഇന്ന് എന്നെ കേൾക്കുന്ന ഓരോ ദൈവമക്കളോടും പ്രാർത്ഥനയുടെ വലിപ്പത്തെക്കുറിച്ചാണ് നിങ്ങളോട് പങ്കുവയ്ക്കുന്നത്. നമ്മുടെ പ്രാർത്ഥനയിൽ നമ്മുടെ ഹൃദയത്തെ ദൈവസന്നിധിയിൽ പകരുമെങ്കിൽ ഞാൻ ഇങ്ങനെ ഒരു പദം നിങ്ങളെ നോക്കി വിളിച്ചു പറയുകയാണ്, പ്രാർത്ഥിക്കുന്നവൻ സാഹചര്യങ്ങളെ മാറ്റിമറിക്കുന്നവനാണ്. ഒന്നുകൂടെ ഞാൻ നിങ്ങളെ നോക്കി വിളിച്ചു പറയുന്നു, പ്രാർത്ഥിക്കുന്നവൻ സാഹചര്യങ്ങളെ ജയിക്കുന്നവനാണ്. ഹല്ലേലൂയ. ആ തലത്തിൽ നിന്നുകൊണ്ട് 34-ാം സങ്കീർത്തനം അതിൻ്റെ 15-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ വരികയാണ്. യഹോവയുടെ കണ്ണ് നീതിമാന്മാരുടെ മേലും അവൻ്റെ ചെവി അവരുടെ നിലവിളിക്കും തുറന്നിരിക്കുന്നു. വാക്യം വളരെ വ്യക്തമാണ്. യഹോവയുടെ കണ്ണ് നീതിമാന്മാരുടെ മേലും അവൻ്റെ ചെവി അവരുടെ നിലവിളിക്കും തുറന്നിരിക്കുകയാണ്. എന്നെ കേൾക്കുന്നവരെ, ദൈവസന്നിധിയിൽ മുട്ടുമടക്കുന്ന ഓരോ ദൈവമക്കളെ തിരിച്ചറിയേണ്ടത്, ദൈവത്തിൻ്റെ കണ്ണു നിന്റെ മേലുകൊണ്ടാണ്. നിന്റെ പ്രാർത്ഥനയ്ക്കും നിന്റെ നിലവിളിക്കും വേണ്ടി അവൻ ചെവി ചായ്ച്ചിരിക്കുകയാണ്. ഇതാ 40-ാം സങ്കീർത്തനത്തിൽ ദാവീദ് വ്യക്തമായി വിളിച്ചു പറയുകയാണ്, ഞാൻ യഹോവയ്ക്കായി കാത്തിരുന്നു, അവനെങ്കിലേക്ക് ചാഞ്ഞ് എൻ്റെ നിലവിളി കേട്ടു. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ ഒരു മരം ചാഞ്ഞു വരുന്നത് പോലെ എൻ്റെ കർത്താവ് നിങ്ങളുടെ അടുക്കലേക്ക് ഇറങ്ങി വരികയാണ്. ഈ സമയത്ത് മറുപടി ഒന്നും ലഭിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഭാരപ്പെട്ട് നിൽക്കുന്ന ചിലരോട് ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുകയാണ്,
നീ ഭാരപ്പെടുന്ന വിഷയത്തിനകത്ത്, നീ വേദനപ്പെടുന്ന വിഷയത്തിനകത്ത്, നീ ഒറ്റപ്പെട്ട് നിൽക്കുന്ന വിഷയത്തിനകത്ത് എൻ്റെ ദൈവം നിനക്ക് അനുകൂലമായി മാറാൻ പോവുകയാണ്. എൻ്റെ ദൈവം നിൻ്റെ കണ്ണുനീര് കാണാൻ പോവുകയാണ്. അങ്ങനെ വിശ്വസിക്കുന്ന ചിലരെ നോക്കി ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, നിങ്ങളുടെ വ്യക്തിപരമായ പ്രാർത്ഥനകൾ സാഹചര്യങ്ങളെ മാറ്റിമറിക്കുന്നതാണ്. നിങ്ങളുടെ ജീവിതത്തിനകത്ത് അസാധാരണമായ ദൈവപ്രവർത്തികൾ വെളിപ്പെട്ട് വരും. ആ നിലയിൽ ഈ ആരംഭ സമയങ്ങളിൽ നിങ്ങളെ നോക്കി ഞാൻ വിളിച്ചു പറയുകയാണ്, നമ്മുടെ പ്രാർത്ഥന പുറമേയുള്ള എന്തോ ഒരു ജൽപ്പനമല്ല, നമ്മുടെ ഹൃദയങ്ങളെ ദൈവസന്നിധിയിൽ പകരുക എന്നുള്ളതാണ്. ഹല്ലേലൂയ. 1 ശമൂവേൽ 1-ാം അധ്യായം അതിൻ്റെ 15-ാമത്തെ വാക്യം നമ്മൾ നോക്കിയാൽ ഇത് ഹന്ന ദൈവസന്നിധിയിൽ ഹൃദയത്തെ പകർന്നു എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും. നമ്മൾ ആ വാക്യങ്ങളിലേക്ക് ഒരുമിച്ച് വരികയാണ്. അതിന് ഹന്ന ഉത്തരം പറഞ്ഞത്, അങ്ങനെയല്ല യജമാനനെ, ഞാൻ മനോവ്യസനമുള്ള ഒരു സ്ത്രീ, ഞാൻ വീഞ്ഞോ മദ്യോ കുടിച്ചിട്ടില്ല, യഹോവയുടെ സന്നിധിയിൽ എൻ്റെ ഹൃദയം പകരിയത്രേ ചെയ്തത്. ഇതാ ഹന്നായെ നോക്കി ഏലി പുരോഹിതൻ തെറ്റിദ്ധരിക്കപ്പെടുകയാണ്. അവൾ വീഞ്ഞോ മദ്യോ കുടിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ ഹന്ന മറുപടി പറയാണ്, യജമാനനെ, ഞാൻ വീഞ്ഞോ മദ്യോ കുടിച്ചിട്ടില്ല, ഞാൻ മനോവ്യസനമുള്ള ഒരു സ്ത്രീയാണ്, എൻ്റെ ഹൃദയം യഹോവയുടെ സന്നിധിയിൽ പകരിയായിരുന്നു. ഈ വചനത്തിൻ്റെ ആഴം നിങ്ങൾ ശ്രദ്ധിക്കണമെങ്കിൽ ഹന്നായ്ക്ക് നീണ്ട നാളുകളായി തലമുറകളില്ല. ആയതിനാൽ തൻ്റെ പ്രതിയോഗിയായ പെനീനയിലൂടെ വല്ലാതെ ഉപദ്രവിക്കപ്പെടുകയാണ്. നിങ്ങൾ അതൊന്ന് ആഴം മനസ്സിലാക്കണമെങ്കിൽ ഇതാ 1 ശമൂവേൽ 1-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യവും 7-ാമത്തെ വാക്യവും. യഹോവ അവളുടെ ഗർഭം അടച്ചിരിക്കുന്നതിനാൽ അവളുടെ പ്രതിയോഗി അവളെ വ്യസനിപ്പിക്കുവാൻ തക്കവണ്ണം വളരെ മുഷിപ്പിച്ചു. 7-ാമത്തെ വാക്യം. അവൾ യഹോവയുടെ ആലയത്തിലേക്ക് പോകുന്ന സമയത്തൊക്കെയും ആണ്ടുതോറും അവൾ അങ്ങനെ ചെയ്തു പോകുന്നു. അവൾ അവളെ മുഷിപ്പിച്ചതുകൊണ്ട് അവൾ കരഞ്ഞ് പട്ടിണി കിടന്നു. ഇത് അവൾക്ക് തലമുറയില്ലാത്തത് കൊണ്ട് അവളുടെ പ്രതിയോഗിയായ പെനീന അവളെ വല്ലാതെ ഉപദ്രവിച്ചിരുന്നു. അവൾ ആലയത്തിലേക്ക് പോകുന്ന ആ സമയമാകുമ്പോൾ പെനീന അവളെ വല്ലാതെ മുഷിപ്പിക്കുമായിരുന്നു. ആ മുഷിപ്പിക്കുന്ന അനുഭവത്തിൽ അവൾ ആഹാരം വെടിഞ്ഞ് പട്ടിണി കിടക്കുകയാണ് ചെയ്യുന്നത്. ആഹാരം പോലും കഴിക്കാൻ കഴിയാത്ത രീതിയിൽ അവൾ നിലവിളിച്ച് ജീവിച്ചു. ആ തലത്തിൽ ഇതാ അവൾ ആലയത്തിൽ വരികയാണ്. ആലയത്തിൽ വരുമ്പോൾ അവളുടെ സങ്കടത്തിൽ, അവളുടെ വേദനയിൽ പുറമേ ആർക്കും ഒന്നും കാണാൻ പറ്റുന്നില്ലെങ്കിലും അവൾ ഹല്ലേലൂയ ദൈവസന്നിധിയിൽ അവളുടെ ഹൃദയം പകരുകയാണ്. എന്നെ കേൾക്കുന്ന ഒരു പ്രാർത്ഥനയുടെ ഒരു ആഴമെന്ന് പറയും, നമ്മുടെ അധരം ചലിപ്പിക്കുകയും നമ്മൾ കൈയടിക്കുകയും ചെയ്യുമെങ്കിലും നമ്മുടെ ഹൃദയം ദൈവസന്നിധിയിൽ ഏകാഗ്രപ്പെടുന്നില്ലെങ്കിൽ ആ പ്രാർത്ഥനകൾക്ക് ഫലമില്ലാതായി തീരും. അതേസമയം നമ്മൾ പുറമേ കൈയടിച്ചില്ലെങ്കിലും, നമ്മൾ പുറമേ ഹല്ലേലൂയ അധരം ചലിപ്പിച്ചില്ലെങ്കിലും ദൈവസന്നിധിയിൽ ആഴമായി വേദനയോടെ കരയുന്ന ചിലവർക്ക് മറുപടി കിട്ടിയിട്ടില്ലേ? അറിയാം, ചില വിഷയങ്ങൾ വന്നാൽ നമുക്ക് സംസാരിക്കാൻ പോലും പറ്റാത്ത രീതിയിൽ ഹൃദയം നുറുങ്ങുന്ന അനുഭവങ്ങൾ ഉണ്ടാകും. 34-ാം സങ്കീർത്തനം അതിൻ്റെ 18-ാമത്തെ വാക്യം പറയാണ്, ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. ഞാൻ ആത്മാവിൽ നിങ്ങളെ നോക്കി വിളിച്ചു പറയാണ്, നിങ്ങൾ ദൈവസന്നിധിയിൽ ഹൃദയം പകരുന്നവരാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിനകത്തും മറുപടി വരും നിശ്ചയം. കാരണം നിൻ്റെ ഹൃദയങ്ങളെ ശോധന ചെയ്യുന്ന, നിന്റെ ഹൃദയങ്ങളെ തൂക്കി നോക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിൻ്റെ വലിപ്പം ഇതാ നിങ്ങളുടെ ജീവിതത്തിനകത്ത് വെളിപ്പെട്ട് വരാൻ പോവുകയാണ്. എൻ്റെ കൂടെ ഈ സമയത്ത് പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കുന്നുണ്ടെങ്കിൽ ഇതാ നമ്മുടെ ഹൃദയങ്ങളെ കാണുന്ന, നമ്മുടെ അവസ്ഥകളെ കാണുന്ന ദൈവം വലിയ നിലകളിൽ മാറ്റം കൊണ്ടുവരാൻ പോവുകയാണ്. അപ്പോൾ ഇവിടെ ഹന്നായുടെ അനുഭവം നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, ഹന്നായെ പെനീന, തൻ്റെ പ്രതിയോഗിയായ പെനീന വല്ലാതെ ഉപദ്രവിക്കുന്നത് കൊണ്ട്, വല്ലാതെ വേദനപ്പെടുത്തുന്നതുകൊണ്ട് അവൾക്ക് ആഹാരം പോലും കഴിക്കാൻ പറ്റാത്ത ഒരു അനുഭവത്തിലാണ് അവൾ കടന്നു പോകുന്നത്. ആ നിലയിൽ അവൾ ആലയത്തിൽ വന്ന് ഇന്ന് ദൈവസന്നിധിയിൽ ഹൃദയം പകരുമ്പോൾ ഹല്ലേലൂയ ഇതാ പുരോഹിതൻ അവളുടെ വാസ്തവം മനസ്സിലായി, അവളുടെ സത്യാവസ്ഥ മനസ്സിലായി, അവൾ പ്രാർത്ഥിച്ചത് സത്യമാണെന്ന് മനസ്സിലായപ്പോൾ പുരോഹിതൻ അവളെ നോക്കി പറയുന്ന ഒരു പദമുണ്ട്. ഹല്ലേലൂയ 1 ശമൂവേൽ 1-ാം അധ്യായം അതിൻ്റെ 17-ാമത്തെ വാക്യം. അതിന് ഏലി, സമാധാനത്തോടെ പോയിക്കൊള്ളുക, ഇസ്രായേലിന്റെ ദൈവത്തോട് നീ കഴിച്ച അപേക്ഷ അവൻ നിനക്ക് നൽകുമാറാകട്ടെ എന്ന് ഉത്തരം പറഞ്ഞു. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ നമ്മുടെ ഹൃദയങ്ങളെ ദൈവസന്നിധിയിൽ പകരുമെങ്കിൽ അതിനകത്തൊരു മറുപടി വരും. ഏലി പുരോഹിതൻ അവളെ നോക്കിയൊരു മറുപടി പറയുകയാണ്, നീ ഇസ്രായേലിന്റെ ദൈവത്തോട് കഴിച്ച പ്രാർത്ഥനയ്ക്ക് അവൻ മറുപടി തരും. ആ വാക്ക് അവളുടെ മേളിൽ ഒരു വലിയ സ്പർശനം പോലെയാണ് ഇറങ്ങി വരുന്നത്. 18-ാമത്തെ വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കി. അവളുടെ വീട്ടിൽ അവൾക്ക് ആഹാരം കഴിക്കാൻ പറ്റാത്ത കണ്ണുനീരിലും ആ വല്ലാത്ത മുഷിപ്പിലുമാണ് അവൾ പോയതെങ്കിൽ ഇതാ 18-ാമത്തെ വാക്യം അവളുടെ ജീവിതത്തെ തിരിക്കുകയാണ്. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ, ദൈവസന്നിധിയിൽ നിങ്ങൾ മുട്ടിപ്പായി പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിനകത്ത് അസാധാരണ മാറ്റങ്ങൾ ദൈവം വഹിക്കും. 18-ാമത്തെ വാക്യം നമുക്ക് ഒരുമിച്ച്. അടിയന് തൃക്കണ്ണിൽ കൃപ ലഭിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞ സ്ത്രീ തൻ്റെ വഴിക്ക് പോയി ഭക്ഷണം കഴിച്ചു, അവളുടെ മുഖം പിന്നെ വാടിയതുമില്ല. ഇവളുടെ ജീവിതത്തിൻ്റെ ആഴമെന്ന് പറഞ്ഞാൽ ഇവൾക്ക് നല്ലതുപോലൊന്ന് ആഹാരം കഴിക്കാൻ കഴിയത്തില്ല. ഇവളുടെ മുഖം എപ്പോഴും വാടിയ അനുഭവത്തിലായിരുന്നു. പക്ഷേ
ഇപ്പോൾ ദൈവസന്നിധിയിൽ ഹൃദയം പകർന്നതോടെ പുരോഹിതനിലൂടെ വെളിപ്പെട്ട ശബ്ദം ആ ദൈവശബ്ദമായി അവളിൽ വെളിപ്പെട്ടതോടെ അവൾ പോയി ആഹാരം കഴിച്ചു. അവളുടെ മുഖം വാടിയ അനുഭവമില്ല. ഇന്ന് എന്നെ കാണുന്ന ഈ എപ്പിസോഡിൽ ശ്രദ്ധിക്കുന്ന ചിലവരെ നോക്കി ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാണ്, നിന്നെ എഴുന്നേൽപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്, നിന്റെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിൻ്റെ വലിപ്പത്തെ ഒന്ന് കാണാൻ പറ്റുമെങ്കിൽ കാണുക. ഇപ്പോൾ മുതൽ ഒരു അസാധാരണമായ ദൈവപ്രവൃത്തിക്കായി ഒരുങ്ങാൻ പറ്റുമെങ്കിൽ ഒരുങ്ങുക. നിന്റെ ജീവിതത്തിനകത്തൊരു പുതുക്കം വരും, നിന്റെ ജീവിതത്തിനകത്തൊരു വിടുതൽ സംഭവിക്കും. എൻ്റെ കൂടെ വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഇതാ കണ്ണുനീരിനകത്ത് പ്രാർത്ഥിക്കുന്ന ഓരോ ദൈവമക്കൾക്കും ദൈവം മാറ്റം തരാൻ പോകുകയാണ്. ആ നിലയിൽ നിൽക്കുന്നവരോട് ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുകയാണ്, ഇസക്കിയാവിനെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം. ഇസക്കിയാവിൻ്റെ അടുക്കൽ ഏശയ്യാ പ്രവാചകൻ വന്ന് പറയുകയാണ്, നിന്റെ ഗ്രഹകാര്യം ക്രമപ്പെടുത്തണം, നീ മരിച്ചു പോകാൻ പോവുകയാണ്. എന്നാൽ ഹല്ലേലൂയ, ഇതാ പ്രവാചകൻ ചില ചുവടുകൾ മുമ്പോട്ട് വയ്ക്കുമ്പോൾ, മടങ്ങിപ്പോകാനായിട്ട് പോകുമ്പോൾ അറിയാം, ഇസക്കിയാവ് മുഖം ചുവരിനോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ഇന്നലകളിൽ ദൈവത്തിന് വേണ്ടി നിന്നതും ചെയ്തതുമായ കാര്യങ്ങൾ ഓർക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ ഉച്ചത്തിൽ നിലവിളിക്കുകയാണ്. ആ നിലവിളി ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, പ്രാർത്ഥിക്കുന്നവൻ്റെ പ്രാർത്ഥന ഭയങ്കര വേഗതയിലാണ് സ്വർഗം കാണുന്നത്. പ്രസംഗിക്കുന്നവൻ്റെ ദൈവം അറിയണമെന്നില്ല, പക്ഷെ പ്രാർത്ഥിക്കുന്നവൻ്റെ ദൈവം അറിയുകയാണ്. സെക്കൻഡുകൾക്കുള്ളിൽ മറുപടി ഇതാ താഴോട്ട് വരികയാണ്. വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ഇതാ നടുമുറ്റമെത്തിയ പ്രവാചകനോട് ഏശയ്യാവിനോട് പറയാണ്, നീ തിരിച്ചു എന്ന് പറയണം, എൻ്റെ ഭക്തന് വേണ്ടി ഞാൻ 15 വർഷം കൊണ്ട് നീട്ടുകയാണ്. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ പൂർണ്ണ ഹൃദയത്തോടുള്ള പ്രാർത്ഥന ജീവിതങ്ങളെ മാറ്റിമറിക്കാൻ പോവുകയാണ്. അസാധാരണമായ ദൈവപ്രവർത്തികൾ കൊണ്ടുവരാൻ പോവുകയാണ്. ആഴമായി വിശ്വസിക്കുന്നുണ്ടെങ്കിൽ വിശ്വസിക്കുന്ന നാളുകൾ കൊണ്ട് ക്രമീകരിക്കപ്പെട്ട നാളുകൾ കൊണ്ട് ശത്രു എഴുന്നേറ്റ് ഡേറ്റ് വരെയും പ്ലാൻ ചെയ്ത ഹാമാന്റെ ഒരുക്കത്തിന് നേരെ മൊർദെഖായും എസ്തേറും പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയും ചെയ്യുമ്പോൾ ശത്രു പ്ലാൻ ചെയ്ത ഡേറ്റുകളെ മറിച്ച് കളയുന്ന ദൈവപ്രവൃത്തി സംഭവിക്കുകയാണ്. രാജാവിന്റെ ഉറക്കത്തെ ദൈവം കെടുത്തുകയാണ്. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ചെല്ലാൻ പറ്റാത്തിടത്ത് നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ചെല്ലാൻ കഴിയും. നിങ്ങളുടെ ജീവിതത്തിനകത്ത് അവസ്ഥകൾ മാറുന്നത് പോലെ ഇതാ പ്രാർത്ഥനയുടെ ശക്തി എഴുന്നേൽക്കുകയാണ്. എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് കർത്താവെ എന്നെയും കൂടെ ഒരു പ്രാർത്ഥനയുടെ അനുഭവത്തിലേക്ക് കൊണ്ടുവരും. കാരണം എന്തെന്ന് ചോദിച്ചാൽ ശിഷ്യന്മാർ യേശുവിൻ്റെ അടുക്കലേക്ക് ഇതാ ശിഷ്യന്മാർ വന്ന് പറയുകയാണ്, ഞങ്ങളെയും പ്രാർത്ഥന പഠിപ്പിക്കണമേ. നമുക്ക് ജീവിതത്തിൽ പല അനുഭവങ്ങളിൽ പ്രാർത്ഥനയുടെ ഉയർന്ന തലങ്ങളിലേക്ക് ചെല്ലാൻ കഴിയും. പ്രിയരെ, നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ബന്ധത്തിനകത്ത് നിന്നുകൊണ്ട് പ്രാർത്ഥിക്കാൻ പറ്റും. പുതിയ നിയമ വിശ്വാസികൾ തിരിച്ചറിയേണ്ടത് നിങ്ങൾക്കും എനിക്കൊരു പിതാവുണ്ട്. നമ്മുടെ ആവശ്യങ്ങളെ അറിയാവുന്ന, നമ്മുടെ ജീവിതത്തിനകത്ത് അസാധാരണമായ വഴികൾ തുറക്കുന്നത്. ഞാൻ നിങ്ങളെ നോക്കി വിളിച്ചു പറയുന്നു, ബന്ധത്തിനകത്ത് നിൽക്കുന്നവൻ എനിക്ക് 2 മക്കളുണ്ട്. അവരുടെ ആവശ്യങ്ങൾ അവരുടെ വസ്ത്രം, അവരുടെ ആഹാരം, അവരുടെ എല്ലാ കാര്യങ്ങളും എനിക്കറിയാം. ഹല്ലേലൂയ. അവർക്ക് വേണ്ടിയുള്ള സ്കൂൾ ഫീസ് എനിക്കറിയാം. അത് നടത്തി കൊടുക്കുവാൻ വേണ്ടിയാണ് ദൈവം എന്നെ വിളിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. അവരുടെ കാര്യങ്ങൾ ഞാൻ ചെയ്യുമ്പോഴാണ് ഞാൻ അവർക്കൊരു നല്ല പിതാവാകുന്നത്. എന്നാൽ എന്നെ കേൾക്കുന്നവരെ, ആ നല്ല പിതാവിനെ, ഈ ലോകപ്രകാരമുള്ള നല്ല പിതാവിനെ ദൈവം വിളിക്കുന്നത് ദോഷിയെന്നാണ്. ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കാൻ അറിയുന്നു എങ്കിൽ സ്വർഗസ്നായ നല്ല പിതാവ് എത്രയധികം. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ എന്നെ കേൾക്കുന്നവർ തിരിച്ചറിയുക, എന്തു തിന്നും, എന്തു കുടിക്കും, എന്തുടുക്കുമെന്ന് നിങ്ങൾ വിചാരപ്പെടരുത്. ഇവയൊക്കെയും ജാതികൾ അന്വേഷിക്കുന്നു. ഇതൊക്കെയും നിങ്ങൾക്ക് ആവശ്യമെന്ന് നിങ്ങളുടെ സ്വർഗസ്നായ പിതാവ് അറിയുന്നല്ലോ. ഹല്ലേലൂയ. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ ഡെയിലി നിങ്ങളുടെ ജീവിതത്തിനകത്ത് ആവശ്യമായ കാര്യങ്ങൾ അന്നുള്ള ആഹാരം തരുന്ന ഒരു പിതാവുണ്ട്, അന്നന്ന് ആഹാരം തരുന്ന ഒരു ദൈവമുണ്ട്. എന്നെ കേൾക്കുന്നവരെ, എന്തു തിന്നും, എന്തു കുടിക്കും, എന്തുടുക്കും എന്നുള്ള ആ വലിയ ഭാരത്തെ ഇതാ പിതാവിൻ്റെ പാദപീഠത്തിലോട്ടൊന്ന് വയ്ക്കുവാനായിട്ട് ചിലവരെ നോക്കി ഞാൻ ആത്മാവിൽ പ്രവചിക്കുകയാണ്. ഇന്നു മുതൽ ദൈവമായുള്ള ബന്ധത്തിനകത്ത് നിന്നുകൊണ്ട് സാഹചര്യങ്ങളെ മാറ്റിമറിക്കുന്ന ഒരു പ്രാർത്ഥനാ വീരനായി, പ്രാർത്ഥനാ പോരാളിയായി നിങ്ങൾ മാറാൻ പോവുകയാണ്. എൻ്റെ കൂടെ ചേർന്നുകൊണ്ട്, അപ്പനോട് ചേർന്നുകൊണ്ട് ചില അത്ഭുതങ്ങളെ അവകാശം പറയുന്നവർ ഇതിനകത്ത് എഴുന്നേറ്റ് വരികയാണ്. ഒന്നുകൂടെ നിങ്ങൾ ശ്രദ്ധിക്കാൻ പറ്റുമെങ്കിൽ 62-ാം സങ്കീർത്തനം അതിൻ്റെ 8-ാമത്തെ വാക്യത്തിലേക്ക്, ജനമേ എല്ലാ കാലത്തും അവനിൽ ആശ്രയിക്കുവിൻ, നിങ്ങളുടെ ഹൃദയം അവൻ്റെ മുമ്പിൽ പകരുവിൻ, ദൈവം നമുക്ക് സങ്കേതമാകും. നമ്മുടെ ഹൃദയം ദൈവസന്നിധിയിൽ പകരുമെങ്കിൽ ഇതാ സങ്കീർത്തനക്കാരൻ വ്യക്തമായി പറഞ്ഞ പദം നിങ്ങൾ മറക്കരുത്. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ. നമ്മുടെ ഹൃദയം ദൈവത്തിൽ നിന്ന് ഒരിക്കലും അകലരുത്. നമുക്കിതാ പൂർണ്ണ ഹൃദയത്തോടെ ആ പാദപീഠത്തിലേക്ക് അടുക്കുവാനായിട്ട് ഇതാ സങ്കീർത്തനക്കാരൻ പറയുകയാണ്, ദൈവം നമ്മുടെ സങ്കേതമാണ്. നമ്മുടെ ഹൃദയങ്ങളെ അവൻ്റെ അടുക്കിലേക്ക് പകരുക, എല്ലാ കാലത്തും അവനിൽ ആശ്രയം വയ്ക്കുക. എന്നെ കേൾക്കുന്നവരുണ്ടെങ്കിൽ ഒരുമിച്ച് വിശ്വാസത്തോടെ പ്രാർത്ഥനയോടുകൂടെ ദൈവസന്നിധിയിൽ ഒന്നുകൂടെ അടുക്കാൻ പറ്റുമെങ്കിൽ 142-ാം സങ്കീർത്തനം അതിൻ്റെ 1-2 വാക്യങ്ങൾ, ഞാൻ യഹോവയോട് ഉറക്കം നിലവിളിക്കുന്നു, ഞാൻ ഉച്ചത്തിൽ യഹോവയോട് യാചിക്കുന്നു, അവൻ്റെ സന്നിധിയിൽ എൻ്റെ സങ്കടം പകരുന്നു, എൻ്റെ കഷ്ടത ഞാൻ അവനെ ബോധിപ്പിക്കുന്നു. ഈ സങ്കീർത്തനത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ദാവീദ് കഷ്ടകാലത്തിൽ എഴുതിയ സങ്കീർത്തനമാണിത്. ഗുഹയിൽ ഒറ്റയ്ക്ക് ശത്രുവിൽ നിന്ന് രക്ഷപ്പെടാനായി നിൽക്കുമ്പോൾ ആ ഗുഹയിൽ ഒറ്റയ്ക്ക് നിന്ന് നിലവിളിക്കുന്ന അനുഭവമാണ്.
ആ 1-ാമത്തെ വാക്യം നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയേ. ഞാൻ യഹോവയോട് ഉറക്കെ നിലവിളിക്കുന്നു, ഞാൻ ഉച്ചത്തിൽ യഹോവയോട് യാചിക്കുന്നു. 2-ാമത്തെ വാക്യം, അവൻ്റെ സന്നിധിയിൽ ഞാൻ എൻ്റെ സങ്കടം പകരുന്നു, എൻ്റെ കഷ്ടത ഞാൻ അവനെ ബോധിപ്പിക്കുന്നു. വേറെ ആരുമില്ലാതിരിക്കെ ഒറ്റയ്ക്ക് ദൈവസന്നിധിയിൽ ഉച്ചത്തിൽ നിലവിളിച്ചുകൊണ്ട് നമ്മുടെ സങ്കടങ്ങളെ പകരുമ്പോൾ ദൈവം മറുപടി തരുന്നത് കാണാൻ പറ്റും. ഇതേ മറുപടി അല്ലേ യാബോക്ക് കടവിൽ വെളിപ്പെട്ട് വരുന്നത്. യാക്കോബ് തനിക്കുള്ളതെല്ലാം അക്കരെയാക്കി താൻ തനിയെ ശേഷിക്കുകയാണ്. ആ രാത്രിയിൽ ദൈവത്തിൻ്റെ ദൂതനുമായി താൻ മല്ലുപിടിക്കുകയാണ്. ആ മല്ലുപിടിക്കുന്ന അനുഭവം എന്ന് പറഞ്ഞാൽ, യാക്കോബ് ആ രാത്രിയിൽ യാബോക്കിൻ്റെ കടവിൽ വെച്ച് ദൈവത്തോട് നിലവിളിക്കുകയാണ്. നീ എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല. പല രാത്രികളായി ഉറക്കമില്ല, വേദനയോടെ ജ്യേഷ്ഠനുമായുള്ള വിരോധത്തിൽ ആ പേടിയിൽ ജീവിക്കുകയാണ്. ആ തലത്തിൽ നിൽക്കുമ്പോൾ എന്നെ കേൾക്കുന്നവരെ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ദൈവം ആ രാത്രിയിൽ അവരുടെ പേരിനെ മാറ്റുകയാണ്. അതൊരു നിലവിളിയാണ്. ഹോശേയ പ്രവാചകന്റെ പുസ്തകം 12-ാം അധ്യായം അതിൻ്റെ 4-ാമത്തെ വാക്യം നിങ്ങൾ ശ്രദ്ധിക്കണം. അവൻ ദൂതനോട് പൊരുതി ജയിച്ചു, അവൻ കരഞ്ഞ് അവനോട് അപേക്ഷിച്ചു. അവൻ ബേഥേലിൽ വെച്ച് അവനെ കണ്ടെത്തി, അവിടെ വെച്ച് അവൻ നമ്മോട് സംസാരിച്ചു. അവൻ ദൂതനോട് പൊരുതി ജയിച്ചു, അവൻ കരഞ്ഞ് അപേക്ഷിച്ചു. എന്നെ കേൾക്കുന്നവരെ കണ്ണുനീര് കൊണ്ടാണ് അവൻ പൊരുതിയത്. ആ യാബോക്കിന്റെ കടവിൽ ഇതാ ദൂതൻ അവനെ ജയിക്കുന്നില്ലെന്ന് കണ്ടു എന്ന് പറഞ്ഞ് കണ്ണുനീരിൽ മുറുകെ പിടിച്ചേക്കിയാണ്. എൻ്റെ അവസ്ഥയ്ക്കൊരു മാറ്റം വരണം, എൻ്റെ ജീവിതം മാറണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ആത്മാവിൽ നിങ്ങളെ നോക്കി വിളിച്ചു പറയുന്നു, നിങ്ങളുടെ വിശ്വാസത്തോടുള്ള പ്രാർത്ഥന, ദൈവസന്നിധിയിൽ നിങ്ങളുടെ ഹൃദയങ്ങളെ പകർന്നുകൊണ്ടുള്ള പ്രാർത്ഥനയിൽ അസാധാരണമായ മാറ്റം വരും. ആ നിലവിളിക്കകത്ത് മനസ്സലിയുന്നൊരു ദൈവമുണ്ട്. ദൈവത്തിൻ്റെ പ്രവൃത്തി നിശ്ചയമായും നിങ്ങളുടെ മുന്നിൽ വെളിപ്പെട്ട് വരും. ഇതേപോലെ ആരെങ്കിലും എന്നെ കേൾക്കുന്നവരുണ്ടെങ്കിൽ പഴയ നിയമത്തിൽ ഒരാളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. ഇതാ ഹാഗാർ ഇതാ ഇസ്മായേലിൻ്റെ മരണം കാണാൻ വയ്യാതെ ഒരു അമ്പിൻ മാട് ദൂരത്ത് മാറി നിന്ന് കരയാണ്. എനിക്ക് കുഞ്ഞിൻ്റെ മരണം കാണാൻ വയ്യ എന്ന് പറഞ്ഞുകൊണ്ട് ആ നിലവിളിയുടെ നടുവിൽ ആകാശമധ്യത്തിൽ വന്നു നിന്നുകൊണ്ട് ദൂതൻ ഹാഗാറിനോട് പറയാണ്, ഹാഗാറെ നിനക്ക് എന്താ? ബാലൻ്റെ നിലവിളി സ്വർഗത്തിലെത്തിയിരിക്കുകയാണ്. ഹല്ലേലൂയ. ഹാഗാറിൻ്റെ കണ്ണിനെ ദൂതൻ തുറക്കുകയാണ്. ആ കണ്ണ് തുറക്കുമ്പോൾ ആ ബർശേബ മരുഭൂമിയിൽ തീരുമെന്ന് പറഞ്ഞ സ്ഥലത്ത് അവൾക്ക് വേണ്ടി ഇതാ ഒരു ഉറവ തുറന്നിരിക്കുകയാണ്. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ, നിങ്ങൾ കരയുന്നവരാണെങ്കിൽ, നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ, നിങ്ങൾ ദൈവസന്നിധിയിൽ നിങ്ങളുടെ ഹൃദയങ്ങളെ പകരുന്നവരാണെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിനകത്ത് അസാധാരണമായ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടും. മനസ്സലിവിനായി, ദൈവത്തിൻ്റെ ദയയ്ക്കായി കരയുന്ന ആരെങ്കിലും എന്നെ ശ്രദ്ധിക്കുന്നവരുണ്ടെങ്കിൽ, ജീവിതത്തിനകത്ത് ഇനിയൊരു സാഹചര്യം ഇല്ലെന്ന് പറഞ്ഞുകൊണ്ട് വല്ലാതെ ഭാരപ്പെടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, നിൻ്റെ ജീവിതത്തിനകത്ത് ഈ പ്രാർത്ഥന കഴിയുന്നതിന് മുമ്പേ അസാധാരണമായ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെട്ട് വരും. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ എൻ്റെ കൂടെ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ തയ്യാറാകുക. ഞാൻ ആത്മാവിൽ വിശ്വസിക്കുന്നു, നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഒരു പുതിയ വാതിൽ തുറന്നു വരാൻ പോവുകയാണ്, ഒരു പുതിയ അനുഭവം സംഭവിക്കാൻ പോവുകയാണ്. ഞാൻ ഇങ്ങനെ തന്നെ നിന്നുകൊണ്ട് നിങ്ങളെ നോക്കി ആത്മാവിൽ പറയുകയാണ്. അറിയാം, പുതിയ നിയമത്തിൽ തിമായിയുടെ മകനായി ഭർത്തിമായി നമുക്ക് കാണാം. ഹല്ലേലൂയ. ആഴം നിങ്ങളത് ശ്രദ്ധിക്കണം. അപ്പൻ്റെ പേരിലാണ് അവൻ അറിയപ്പെടുന്നത്. ജന്മനാ കുരുടനായതുകൊണ്ട് ഹല്ലേലൂയ അവനെ പേരിടാൻ ആലയത്തിൽ വെച്ചാണ്, പുരോഹിതനാണ് പേരിടുന്നത്. ശാപഗ്രസ്തനായതുകൊണ്ട് ജന്മനാ ഉള്ള രോഗങ്ങളുള്ളവർക്ക് ആലയത്തിൽ പ്രവേശിക്കാൻ കഴിയത്തില്ല. കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പോസ്തല പ്രവൃത്തി 3-ാം അധ്യായത്തിൽ ഇതാ ഒരു മനുഷ്യനെ ദിനംപ്രതി ആലയത്തിൽ കൊണ്ടുവന്നിരിക്കുക. യാചകനാണ്, അല്ലെങ്കിൽ അവന് എഴുന്നേൽക്കാൻ കഴിയാത്തവനാണ്. എന്നാൽ പത്രോസിൻ്റെ കരത്തിൽ അവൻ എഴുന്നേറ്റു. അവൻ തുള്ളിയും ചാടിയും കൊണ്ട് ആലയത്തിൽ പ്രവേശിക്കുന്നത് കാണാം. ഇതേപോലെ തന്നെ ഈ കുരുട്ട് കണ്ണുള്ള തിമായിയുടെ മകനായി ഭൃത്യമായി റോഡ് സൈഡിൽ ഇരിക്കുമ്പോൾ അവൻ ഒരാരവം കേൾക്കുകയാണ്. അവൻ ചോദിച്ചു, ഈ ശബ്ദം എന്താണ്? ഹല്ലേലൂയ. അനേകർ അവനോട് പറഞ്ഞു, നസറേന യേശു ഇതിലേക്ക് കടന്നു പോവുകയാണ്. അവൻ ഉച്ചത്തിൽ നിലവിളിച്ചു. ഹല്ലേലൂയ. അവൻ ഉച്ചത്തിൽ നിലവിളിക്കുമ്പോൾ ഹല്ലേലൂയ, ദാവീദ് പുത്രാ എന്നോട് കരുണ തോന്നണമേ എന്ന് പറഞ്ഞുകൊണ്ട് ദാവീദിൻ്റെ സന്തതിയാണ് നമ്മോട് മനസ്സലിയുന്നത്, നമ്മുടെ ജീവിതങ്ങളെ മാറ്റിമറിക്കുന്നത്. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് ഇപ്പോൾ പ്രാർത്ഥിക്കണം. ആരുടെയൊക്കെ കണ്ണുനീരിനും പ്രാർത്ഥനയ്ക്കും ദൈവം മറുപടി പറയാൻ പോവുകയാണ്. എന്നെ കേൾക്കുന്നവരെ ഈ വചനത്തിൻ്റെ ആഴം തിരിച്ചറിയണമെന്ന് ഓർപ്പിക്കുകയാണ്. ഞാൻ ഇവിടെ നിന്നുകൊണ്ട് വലിയൊരു ആഴം കാണുകയാണ്. അവൻ്റെ ജീവിതത്തിനകത്തൊരു ഭയങ്കര എതിർപ്പ് വരുന്നുണ്ട്. ശാപഗ്രസ്തനായ യാചകനായ അവനോട് അവിടെ നിന്ന് ജനം പറഞ്ഞു, നിനക്ക് വേണ്ടിയല്ല നസറയൻ കടന്നു പോകുന്നത്. പക്ഷേ ആ എതിർപ്പിൻ്റെ നടുവിൽ വീണ്ടും വിശ്വസിച്ചുകൊണ്ട് അവൻ നിലവിളിക്കുകയാണ്. ആ നിലവിളിയിൽ നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ ആരെയൊക്കെ നോക്കി ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, നിങ്ങൾക്ക് വേണ്ടി യേശു നിൽക്കുവാൻ പോവുകയാണ്, നിങ്ങൾക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കാൻ പോവുകയാണ്. നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഒരു അസാധാരണ ദൈവപ്രവൃത്തി ഇപ്പോൾ സംഭവിക്കാൻ പോകുന്നു. എൻ്റെ കൂടെ വിശ്വസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ചിലവരെ നോക്കി ഞാൻ വിളിച്ചു പറയുകയാണ്, ഇത് നിങ്ങളുടെ സമയമാണ്. നിങ്ങളുടെ അവസ്ഥയ്ക്ക് ദൈവം മാറ്റം കൊണ്ടുവരാൻ
വരാൻ പോകുന്നു. അതേ നിലയിൽ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയ നൈലിലെ വിധവ, അല്ലെങ്കിൽ അവൾക്കുണ്ടായിരുന്ന ഏകജാതനും മരിച്ചു, ഇനി ആരുമില്ലെന്ന് പറഞ്ഞുകൊണ്ട് ലോകത്തിനെ ആശ്വസിപ്പിക്കാൻ പറ്റാതെ ആ മകനെ അടക്കേണ്ടതിന് വേണ്ടി ഇതാ ശവമഞ്ചവും ചുമന്ന് അവൾ അങ്ങോട്ട് യാത്ര ചെയ്തു വരുമ്പോൾ ഇതാ എൻ്റെ യേശു കർത്താവ് അവളെ കണ്ട് അവളുടെ കണ്ണുനീരിന് മനസ്സലിഞ്ഞ് ശവമഞ്ചത്തിൽ തൊടുകയാണ്. ആ സ്ത്രീയോട് ഇതാ യേശു പറയാണ്, ഇനി നീ കരയണ്ട. ഹല്ലേലൂയ. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ ദൈവസന്നിധിയിൽ കരയുന്ന, ദൈവത്തിൻ്റെ മുമ്പിൽ കരയുന്ന ചിലവരോട് ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഇനി ഒരിക്കലും കരയാൻ പറ്റാത്ത രീതിയിൽ ദൈവം ചില മറുപടികൾ തരാൻ പോവുകയാണ്. ദൈവത്തിൻ്റെ വലിപ്പം നിങ്ങൾ കാണാൻ പോവുകയാണ്. ലാസർ മരിച്ച് 4-ാമത്തെ ദിവസം ഹല്ലേലൂയ യേശു കർത്താവ് ആ സ്ഥലത്തേക്ക് മടങ്ങി വരികയാണ്. ഹല്ലേലൂയ. നിങ്ങൾക്കറിയാം, ഹല്ലേലൂയ, ലാസറിൻ്റെ സഹോദരിമാർ മറിയ കരയുന്നത് കണ്ട്, ഹല്ലേലൂയ, അവിടെ നിൽക്കുന്ന യഹൂദന്മാർ കരയുന്നത് കണ്ട് അവൻ്റെ ഉള്ളൊന്നൊന്ന് യേശു കണ്ണുനീർ വാർത്തു എന്ന് കാണുകയാണ്. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ കണ്ണുനീരിൽ ദൈവം മനസ്സലിഞ്ഞാൽ, നിങ്ങളുടെ പ്രാർത്ഥനയിൽ ദൈവം മനസ്സലിഞ്ഞാൽ ആ വിഷയത്തിനകത്തൊരു ഭയങ്കര മറുപടി വരാൻ പോവുകയാണ്. ഇത് ആ ഹൃദയങ്ങളെ ദൈവസന്നിധിയിൽ പകരാൻ പറ്റുന്നുണ്ടെങ്കിൽ, യേശുവിൻ്റെ ആ വലിപ്പം ഒന്ന് കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ മുതൽ പ്രാർത്ഥിച്ചു തുടങ്ങുക. ഒരു ഭയങ്കര അത്ഭുതം നീ കാണാൻ പോവുകയാണ്. ഒരു ഭയങ്കര ദൈവപ്രവൃത്തി നീ കാണാൻ പോവുകയാണ്. എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് വിശ്വസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവരുണ്ടെങ്കിൽ പൂർണ്ണ ഹൃദയത്തോടെ പ്രാർത്ഥിക്കുക. ഒരു വലിപ്പം നിങ്ങളുടെ മേളിൽ വെളിപ്പെട്ട് വരട്ടെ. ഞാൻ ഒന്നുകൂടെ ഒന്ന് വിളിച്ചു പറയുകയാണ്, പ്രാർത്ഥിക്കുന്ന നിൻ്റെ ജീവിതത്തിൽ സാഹചര്യങ്ങൾ മാറി മറിയും. ഇപ്പോൾ തന്നെ ഒരു ദൈവപ്രവൃത്തി കാണാൻ പോവുകയാണ്. അങ്ങനെ വിശ്വസിക്കുന്നവർ എൻ്റെ കൂടെ ഒന്ന് കണ്ണടച്ചാട്ടെ. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, പൂർണ്ണ ഹൃദയത്തോടെ എന്നെ കാണുന്ന, എന്നെ കേൾക്കുന്ന ഓരോ മക്കൾക്കുമായി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇവർ ദൈവസന്നിധിയിൽ ഹൃദയങ്ങളെ പകരുന്നവരാണ്. ഹല്ലേലൂയ. ഇവരുടെ ആ ആവശ്യത്തിനനുസരിച്ച് കർത്താവേ, അങ്ങയുടെ കരം ഇപ്പോൾ ചലിക്കുന്നതിനായി നന്ദി. ദൈവമേ, ഒരു അത്ഭുതത്തിൻ്റെ സമയമായി, സൗഖ്യമായി, വിടുതലായി ഇപ്പോൾ അത് വെളിപ്പെട്ട് വരട്ടെ. കാൽവരി ക്രൂശിൽ വെളിപ്പെട്ട ആ അടിപ്പണ്ണരാലുള്ള സൗഖ്യം ഇപ്പോൾ അങ്ങയുടെ മക്കളുടെ മേലിൽ വെളിപ്പെടണമേ അപ്പ. ഞാൻ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഇത് സൗഖ്യത്തിൻ്റെ സമയമാക്കണമേ, ഇത് വിടുതലിൻ്റെ സമയമാക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. ഒരു വലിയ ദൈവപ്രവൃത്തി സംഭവിച്ചതായി മാറി യേശുവിൻ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇപ്പോൾ മുതൽ ഓരോ മക്കളും വിടുതലാകുകയാണ്. ഓരോ മക്കളുടെ ജീവിതത്തിനകത്ത് മാറ്റം സംഭവിക്കുന്നതിനായി നന്ദി. കർത്താവേ, ഇതൊരു എഴുന്നേൽപ്പിൻ്റെ സമയമാകട്ടെ. ഇതൊരു കുടുംബമായ ഒരു വിടുതലിൻ്റെ സമയമാകട്ടെ. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കണം പിതാവേ. ആമേൻ, ആമേൻ. പ്രിയരെ, ഈ വചനവും ഈ പ്രാർത്ഥനയും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമായി ഞാൻ വിശ്വസിക്കുകയാണ്. വലിയ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെട്ട് വരാൻ പോകുന്നു. നമുക്ക് ഒരുമിക്കാം പ്രിയരെ. ദൈവത്തിൻ്റെ കരം നിങ്ങൾക്ക് വേണ്ടി ചലിക്കും. ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. എങ്കിൽ അടുത്ത ദിവസം കാണുമ്പോഴേയും വലിയ ദൈവപ്രവൃത്തിക്കായി, ദൈവത്തിൻ്റെ കരത്തിനായി നമുക്ക് വിശ്വസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. ദൈവം നിങ്ങളെ അധികത്തിൽ മാനിക്കട്ടെ. അധികമായി അറിയണം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പാസ്റ്റർ റോയ് ഹെൻറി എന്ന് നിങ്ങൾ യൂട്യൂബിൽ സെർച്ച് ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു. നമ്മുടെ യൂട്യൂബ് ചാനലുകൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു. ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടട്ടെ. ഗോഡ് ബ്ലസ് യു. ആമേൻ, ആമേൻ.